ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ജീവിത സാക്ഷ്യം നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഇന്ന് തൻ്റെ ജീവിതം നമ്മോട് പങ്കുവെക്കുന്നത് ശ്രീ കുഞ്ഞുമോൻ പുന്നപ്ര എന്ന വ്യക്തിയാണ്. എറണാകുളം അതിരൂപതയിലെ പാലാരിവട്ടമാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. 18 വർഷമായി വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ് അദ്ദേഹം. നമുക്ക് ആദരവോടെ ഈ വചനവേദിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. 42 വർഷക്കാലം പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ച നമ്മളെപ്പോലെ ഒരു സാധാരണ വ്യക്തിയായിരുന്നു. 42ാമത്തെ വയസ്സിലുണ്ടായ ഒരു അപകടത്തിലോടുകൂടി അരയ്ക്ക് താഴോട്ട് മുഴുവൻ തളർന്നു പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും തളരാൻ കർത്താവ് ഇടയാക്കിയില്ല. ആ വീൽ ചെയറിലും ഈശോയോടുള്ള സ്നേഹത്താൽ എരിഞ്ഞ് ഇന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഈ ദൈവദാസനെ കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് ഈ വചനവേദിയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും സുഖമാണോ? ഈ സുഖമാണെന്ന് ഉറക്കെ പറയുന്ന ആളിനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ചോദിക്കണം, എന്തുണ്ട് വീട്ടിലെ ജീവിതത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്, ആരോഗ്യം എങ്ങനെയുണ്ട്, കുടുംബ ബന്ധങ്ങൾ എങ്ങനെയുണ്ട്, സാമ്പത്തിക മേഖല എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ വ്യക്തികൾ കരയുന്ന കാണാം. കാരണം ഞാൻ 2-3 ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ വലിയ ബലം പിടിച്ചൊക്കെ വരും. കാര്യം ചോദിക്കുമ്പോൾ കരയാൻ തുടങ്ങും. അദ്ദേഹത്തോടും ചോദിക്കുക സുഖമാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും? നിങ്ങൾ എന്നോട് ചോദിക്കുക സുഖമാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? സത്യത്തിൽ ഈ ഇരിപ്പ് കണ്ട വല്ല സുഖമുണ്ടോ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സുഖമല്ലാതിരിക്കുമ്പോഴും നാം സുഖമാണെന്ന് പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനൊരു കാരണമുണ്ട്. നാം ഒക്കെ അറിയാത്തൊരു പ്രത്യാശ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ സുഖപ്പെടുമെന്നൊരു പ്രത്യാശ. ഹല്ലേലൂയ. അതാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പേര് കുഞ്ഞുമോൻ പുന്നപ്ര എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. എടത്വ സെൻറ്റ് ജോർജ് പള്ളിയാണ് എൻ്റെ ഇടവക. ആ ഇടവകയിൽ 11 മക്കളുള്ളൊരു വീട്ടിലെ 4ാമത്തെ മകനായി 59 വർഷം മുമ്പ് 8ാം മാസം ജനിച്ചു. ഹല്ലേലൂയ. ജനിച്ചത് 8ാം മാസമായത് ഭാഗ്യമായി. അതുകൊണ്ട് അന്ന് തന്നെ മാമോദിസ മുങ്ങാൻ പറ്റി. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സാധാരണ വിദ്യാഭ്യാസം കഴിഞ്ഞു ഉപജീവന മാർഗം ഞാനും വിചാരിച്ചു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. കുട്ടനാട്ടിലെ പാടത്ത് വയലെടുത്ത് ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ വിചാരിച്ചു. അപ്പൻ നല്ല അധ്വാനിയായിരുന്നത് കൊണ്ട് അപ്പൻ മക്കളെയെല്ലാം നല്ലപോലെ വേലയെടുക്കാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ചെറുപ്പം മുതലേ വേലയെടുത്ത് പഠിച്ചത് കൊണ്ട് ജീവിതത്തിൽ കഷ്ടപ്പാട് ഒരു ഭാരമല്ലാതായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയില്ലാതിരിക്കെ ദൈവം എന്നോട് കരുണ കാണിച്ച് എനിക്കൊരു നല്ല ജോലി തന്നു. ഹല്ലേലൂയ. പഠിക്കാൻ മണ്ടനായിരുന്നെങ്കിലും മെക്കാനിക്കലായിട്ട് ഒരുപാട് കഴിവ് തന്നു. അതുകൊണ്ട് തൊട്ടതൊക്കെ പൊന്നാക്കാനായിട്ട് തമ്പുരാൻ കൃപ നൽകി. ഹല്ലേലൂയ. അങ്ങനെ എറണാകുളത്തൊരു കമ്പനിയിൽ ജോലി കിട്ടി. എറണാകുളത്ത് തന്നെ ജോലിയുള്ളൊരു മകളെ ഞാൻ വിവാഹം കഴിച്ചു. ഞങ്ങളങ്ങനെ എറണാകുളത്ത് കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. 94 വരെ എൻ്റെ ജീവിതത്തിൽ കാര്യമായ പ്രശ്നം. ഞാൻ പാട്ട് പാടുന്ന ആളാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ശുശ്രൂഷകളിലൊക്കെ പാടാനൊക്കെ പോകും. കുർബാനയ്ക്കൊക്കെ പാടുന്ന ആളാണ്. അങ്ങനെ എൻ്റെ ജീവിതം കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ്റെ മുഴുവൻ കുറവുകളും എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. കാരണം നാം ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുക. ഹല്ലേലൂയ. അങ്ങനെ ധ്യാനം കൂടാൻ 94 പോയി. 94 ധ്യാനം കൂടുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിടിക്കപ്പെട്ട കള്ളനെ പോലെ. കാരണം മനുഷ്യനല്ല അറിയാത്ത എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ പാപം ചെയ്യാനൊരു കാരണം നമ്മുടെ പാപം ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ച. അങ്ങനെ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും ദൈവം കാണുന്ന 94 ധ്യാനത്തിൽ എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 139 15-16 തിരുവചനങ്ങളിൽ പറയുന്നു, നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് അവിടുന്ന് തന്നെ സൂക്ഷ്മതയോടെ സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. 139-ാം സങ്കീർത്തനം ആത്മാർത്ഥമായി 2-3 വട്ടം വായിച്ചാൽ ഉറപ്പായിട്ടും നമ്മളെ പറ്റി നമുക്കൊരു വലിയ ബോധ്യമുണ്ടാകും. ഹല്ലേലൂയ. അതോടുകൂടി ആരുമറിയാത്ത പാപങ്ങളെല്ലാം അറിയുന്നൊരു നല്ല ദൈവമുണ്ട്. അവൻ്റെ മുൻപിൽ എല്ലാം കണക്ക് പറയേണ്ടി വരും. ദൈവമേ, ആ ധ്യാനത്തോടെ ഞാൻ പറഞ്ഞ, കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ. ഇനി ഞാൻ ഈ പാപമൊന്നും ചെയ്യില്ല കർത്താവേ. ഇനി നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ കർത്താവേ. ഇതുവരെയുള്ളത് നീ ക്ഷമിക്കണമേ. കർത്താവ് എന്നോട് ക്ഷമിച്ചു. അവൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറച്ചു. ആ ധ്യാനത്തിന് ശേഷം ഗാനശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നു. തൊഴിൽ ഇക്കാലത്ത് തന്നെ എറണാകുളത്ത് ജോലിയുള്ള കാലത്ത് തന്നെ സ്വന്തമായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം കൂടി ഒരു തൊഴിൽ തുടങ്ങി.
ഇപ്പോൾ 27ാമത്തെ വർഷം ആ പ്രസ്ഥാനവും നടക്കുന്നു. എറണാകുളത്ത് സ്വന്തം വർക്ക് വലുതാക്കാൻ വേണ്ടി എറണാകുളത്തെ ജോലി രാജിവെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് പോയി യാത്ര ചെയ്ത. അപ്പോൾ ധ്യാനം കൂടി അന്ന് മുതൽ നടക്കുമ്പോൾ തോളിലും ഇരിക്കുമ്പോൾ മടിയിലുമായി ഇങ്ങനൊരു ബൈബിളും ബാഗും കൊണ്ട് നടക്കുന്നു. ഹല്ലേലൂയ. ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു പുസ്തകമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെ ഇതും കൊണ്ട് നടക്കുന്നു. പക്ഷേ ഇന്നൊരു കാര്യം മനസ്സിലായി, ഇത് കൈ കൊണ്ട് നടക്കേണ്ടതല്ല. പിന്നെ ഇത് എവിടെ കൊണ്ട് നടക്കേണ്ടതാ? അവർക്ക് പറ, എവിടെ കൊണ്ട് നടക്കേണ്ടതാ? ഹൃദയത്തിൽ കൊണ്ട് നടന്ന് ജീവിതത്തിൽ പ്രവർത്തിക്കപ്പെടേണ്ടതാണ് സുവിശേഷം. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എറണാകുളത്ത് നിന്ന് രാവിലെ ട്രെയിൻ കയറും. എറണാകുളത്ത് കൊച്ചു വീടുണ്ട്, ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. എറണാകുളത്ത് നിന്ന് സൈറ്റിൽ ചെല്ലും, അവിടെ വർക്കുകളെല്ലാം ക്രമീകരിക്കും. എവിടെ പ്രാർത്ഥനയുണ്ടോ അവിടേക്ക് പോകും. ഞങ്ങൾക്ക് എറണാകുളത്ത് എടത്വായിൽ ഒരു നല്ല പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. ഇന്നും 10-25 വർഷമായിട്ട് അത് നടക്കുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട, ഒരുപാട് മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഒരു കുടുംബത്ത് തുടങ്ങിയ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഹല്ലേലൂയ. അങ്ങനെ ശുശ്രൂഷയും ജോലിയും ഒക്കെ ആയിട്ട് പോകുന്നു. 3 മക്കൾ. അങ്ങനെ ജീവിതം കുഴപ്പമില്ലാതെ പോകുന്ന കാലത്ത് 94 മുതൽ 98 വരെ ഈ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യ കാലത്ത് ഇതിനേക്കാൾ നല്ല വിശുദ്ധിയിലും നന്മയിലും പ്രാർത്ഥനയിലും ജീവിക്കാൻ സാധിച്ചു. ഹല്ലേലൂയ. അതിൽ 98 ജനുവരി 19 രാവിലെ സ്വന്തം പണിസ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പണിക്കാർ ഒരു ഇരുമ്പ് മുക്കാലി ഉയർത്തുകയാണ്. സാധാരണ ചെയ്യുന്നൊരു പണിയാണ്. ഞാൻ വലിയ വലിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, പക്ഷേ ഇതൊരു ചെറിയ പണിയാണ്. അപ്പോൾ പണിക്കാരത് ഉയർത്താനൊരുങ്ങുമ്പോൾ പറഞ്ഞു, സാറേ ഇതൊന്ന് ഉയർത്താനായിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കുക. ഞാൻ നേരെ അങ്ങോട്ട് ചെന്നു. അത് ഉയർത്താൻ ചെല്ലുമ്പോൾ ഒരു ചേട്ടൻ തോൾ വെച്ച് പിടിക്കുന്നു. എൻ്റെ തന്നെ ഒരു ജ്യേഷ്ഠനാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ പിടിക്കണ്ട, ചേട്ടന് ഇത് നല്ല ഭാരമുള്ള സ്ഥലമാണ്, ചേട്ടൻ നല്ല നീളമുള്ള ആളാണ്. ചേട്ടനെ മാറ്റി ഞാൻ അവിടെ തോൾ വെച്ച് ഞങ്ങൾ പറഞ്ഞു എല്ലാവരും കൂടെ പിടിയിടാന്ന് പറഞ്ഞ് ഇത് മുകളിലേക്ക് ഉയർത്തി. സാധാരണ ഇത് താഴേക്ക് മറിഞ്ഞ് വീഴുന്നതല്ല, പെട്ടെന്ന് അതൊരു വശം ചാരി താഴേക്ക് വീണു. 13 പേര് ഒരു വശത്ത്, ഞാൻ ഒറ്റയ്ക്ക് അതിനടിയിലായിപ്പോയി. മൂക്കാട്ടണ് ഭാരം താങ്ങി താഴെയോട്ട് ഞാൻ ഇരുന്ന് വീണു. എനിക്കൊന്നും പറ്റിയില്ല. നമുക്കെന്തെങ്കിലും പറ്റിയെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ വേദന വേണം, അല്ലെ മുറിഞ്ഞ തോന്നണം, അല്ലെ ഒടിഞ്ഞെന്ന് തോന്നണം. ഇതൊന്നും തോന്നുന്നില്ല. ഞാൻ വിളിച്ചു കൂവി, ഓടി പാടാന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വന്ന് ഇത് ഉയർത്തിയിട്ട് എന്നെ അതിനടിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് കാലുറയ്ക്കുന്നില്ല. ഞാൻ പറഞ്ഞേടാ എൻ്റെ കാലുറയ്ക്കുന്നില്ല, എന്നെ പിടിവിടരുത്. അവരൊരു പായിട്ടിട്ട് എന്നെ സൈറ്റിലേക്ക് കിടത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദനയില്ല, അങ്ങനെ വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഞാൻ അപ്പോഴും സംസാരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നേരം അവിടെ കിടന്നു. അപ്പോൾ വണ്ടി വന്നു, എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. അവരെടുക്കാൻ നേരത്ത് ഞാനിങ്ങനെ പറഞ്ഞു, എടുക്കാൻ വരട്ടെ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ധ്യാനം കൂടിയതിന് ശേഷമുള്ള ഒരു പ്രത്യേകതയാണ്, എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അത് നമ്മളുടെ ജീവിതത്തിന് ഊർജമാണ്, അത് നമുക്ക് ബലമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ അപകടത്തിൽ എനിക്കെന്തോ കുഴപ്പമുണ്ടായി. അപ്പോൾ ഈ അപകടത്തിൽ വീഴുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു സോഡ പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ ഈ അപകടത്തിൽ എനിക്കെന്തോ കുഴപ്പം പറ്റി, എന്താണെന്ന് എനിക്കറിയില്ല, നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തലയുടെ ഇടതുവശത്ത് ചുമലയങ്കിയും വാരി ചുറ്റി വേദനയോടെ കർത്താവ് എന്നെ നോക്കി നിൽക്കുന്ന ദർശനത്തിന് ഭാഗ്യം കിട്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ, നമ്മളുടെയൊക്കെ ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് പിന്നിൽ ഒരു ദൈവിക ദർശനമുണ്ട്. മനുഷ്യത്വത്തിൽ നാം ഭയപ്പെടുമ്പോൾ ഈ ദർശനങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നു. പേടിച്ചു പോയി ഞാൻ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കണ്ണു തുറന്നു. കൂടെ നിന്നവർ ചോദിച്ചു എന്ത് പറ്റി? ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല. കാര്യം ആ സാഹചര്യത്തിൽ ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെന്നെ എടുത്തു പുഷ്പഗിരി കൊണ്ടുചെന്നു. ഡോക്ടർ എന്നോട് ചോദിച്ചു നിനക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റിയില്ല, കാരണം പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല, പിന്നെന്ത് ചെയ്യും? അപ്പോൾ ചോദിച്ചു എന്തിനാടോ പിന്നെ കൊണ്ടുവന്നത്? പനിയും പറഞ്ഞു, സാറേ ഈ ചേട്ടൻ്റെ ഇങ്ങനെ ഒരു വലിയ ഭാരത്തിനടിയിൽ ഇരുന്ന് വീണതാ. അദ്ദേഹം പെട്ടെന്ന് എക്സ്റേക്ക് എഴുതി വിട്ടു. മറിച്ചും തിരിച്ചുമിട്ട് 7 എക്സ്റേ എടുത്ത് കൊണ്ടുവന്നു. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അവിടുത്തെ ഓർത്തോയുടെ ഡോക്ടർ വന്ന് അദ്ദേഹം ചോദിച്ചു ഇയാൾ തന്നെ ഇങ്ങനെ കിടക്കുന്നത്? മറ്റേ ഡോക്ടർ ഈ എക്സ്റേ ഫിലിം കാണിച്ചു. അദ്ദേഹം എക്സ്റേ ഫിലിം എല്ലാം മറിച്ച് നോക്കി, ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹം എന്തെടുത്തു, ഒരു സൂചി കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു സിറിഞ്ച് കൊണ്ടുവന്നിട്ട് അതിൽ സൂചി ഉരിയെടുത്തു. അദ്ദേഹം എൻ്റെ കാലിൻ്റെ വെള്ളയ്ക്ക് കുത്തി. കാലിൽ സൂചി കൊണ്ടാൽ എന്ത് സംഭവിക്കും? ഒന്നുകിൽ വേദനിക്കും, അല്ലെ കാല് വലിക്കും. രണ്ടും ഉണ്ടായില്ല. അദ്ദേഹം എൻ്റെ കണങ്കാലിന് കുത്തി, അറിയുന്നില്ല. മുട്ടിന് കുത്തി, അറിയുന്നില്ല. തൊടയെ കുത്തി, അറിയുന്നില്ല. കുത്തി കൊണ്ടുവന്ന് എൻ്റെ അടിവയറിന് കുത്തി, പുക്കിളിൻ്റെ മുകളിൽ കുത്തി. ഇങ്ങനെ കുത്തി കൊണ്ടുവന്ന് നെഞ്ചിൻ്റെ കുഴിക്ക് കുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു സൂചി കൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നത്തെ അപകടത്തോടു കൂടി എൻ്റെ നെഞ്ചു മുതൽ താഴെയോട്ട് മുഴുവൻ കാര്യങ്ങളും
ഇലക്ട്രിസിറ്റിക്കാർ കറണ്ട് കാശ് അടയ്ക്കാതെ വരുമ്പോൾ പീസ് ഊരിക്കൊണ്ട് പോണ കണക്കാ, ബാക്കിയെല്ലാം അവിടെ ഉണ്ടാകും, കറണ്ട് മാത്രം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ നെഞ്ചു മുതൽ താഴെയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇന്ന് ഞാൻ അറിയുന്നില്ല. വിശപ്പറിയുന്നില്ല, ദാഹമറിയില്ല, മലമൂത്ര വിസർജനം അറിയില്ല, നെഞ്ചു മുതൽ താഴെയോട്ട് സെൻസ് ഇല്ല, കൺട്രോൾ ഇല്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് എൻ്റെ അവസ്ഥ. ഇപ്പോൾ 17.5 വർഷത്തോളമാകുന്നു. നിങ്ങൾ കാണുന്ന വീൽ ചെയറിലല്ല ഞാൻ ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡോക്ടർ പറഞ്ഞു ഇവനെ ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട, ഇവൻ ഓപ്പറേഷൻ ചെയ്താലും ശരിയാവില്ല. 1.5 മാസം എന്നെ ആശുപത്രി കിടത്തി, പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. 1.5 മാസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യാൻ വന്നപ്പോൾ ആ വലിയ ഡോക്ടർ എനിക്ക് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുമോനെ നിന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു സന്തോഷം. കാര്യം ഇത്രയും വലിയ പ്രശ്നമാണെന്നൊന്നും അറിയില്ല, പക്ഷേ ഒന്നോർത്തിട്ടും ഒരു ഭാരമില്ല. ഞാനിങ്ങനെ ഒരു തളർന്ന മനുഷ്യനാണെന്ന് ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇനി നിനക്ക് നെഞ്ചുമുതൽ തളർന്നിരിക്കാൻ, നിനക്കിനിയും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഞ്ചുമുതൽ തളർന്നാൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ തന്നെ നിൻ്റെ ശരീരം പൊട്ടിക്കില്ല. കിടന്ന് സെൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അറിയില്ല. പൊട്ടിയാൽ അത് കരിയത്തില്ല. 8 വർഷക്കാലം എൻ്റെ 2 ചന്തിയിലും 2 വലിയ വ്രണമുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പെരക്കകത്തൊന്നും പുറത്തിറങ്ങത്തില്ലെന്നാ. പക്ഷേ ഞാൻ സാധാരണ പെരക്കകത്ത് കിടക്കാറില്ല. കാരണം ലോകം പറഞ്ഞു നീ നഷ്ടപ്പെട്ടുവെന്ന്, എൻ്റെ കർത്താവ് പറഞ്ഞു നീ നഷ്ടപ്പെട്ടിട്ടില്ല, നിന്നെ ഞാൻ ഇതുപോലെ ലോകത്തോടിക്കും. കാരണം ഈ ലോകത്ത് മനുഷ്യൻ ഓടി നടക്കാൻ കാല് വേണ്ടെന്ന് നിന്നെക്കൊണ്ട് ഞാൻ ഈ ലോകത്ത് വിളിച്ചു പറയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സങ്കടങ്ങളും ഒരു സഹനങ്ങളും നമ്മളെ തല്ലി തകർക്കില്ല. കാരണം നമുക്ക് മുൻപേ നമ്മുടെ സഹനങ്ങൾ ഏറ്റവൻ നമ്മുടെ കൂട്ടുകാരനായി നമ്മളോടൊപ്പമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 1.5 മാസത്തിന് ശേഷം എന്നെ വീട്ടിലേക്ക് വിട്ടു. പക്ഷേ ആദ്യത്തെ 1-2 വർഷങ്ങളിൽ വീട്ടിൽ കിടന്നു. പക്ഷെ ഇങ്ങനെയായിരുന്നെങ്കിലും ഞങ്ങൾ 11 മക്കളാണ്. 7 ആണുങ്ങൾ, ഒരു ചേട്ടൻ മരിച്ചുപോയി. ഞാൻ വീഴുന്നതിന് 6 മാസം മുമ്പ് ചേട്ടൻ മരിച്ചു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് എല്ലാ ഞായറാഴ്ച എന്നെ പള്ളി കൊണ്ടുപോകും. അവർ ഇതുപോലെ എന്നെ ഒരുക്കി ഈ വീൽച്ചെയറെ കയറ്റി പുഴ കടന്ന് അക്കരെ ഇറങ്ങി വണ്ടിയെ കൊണ്ടുപോകും. ഗീർസുണ്ടാളിൻ്റെ രൂപം കൊണ്ടുപോകുന്ന കണക്ക് എന്നെ ബലിപീഠത്തിൻ്റെ ഇറമ്പിക്കൊണ്ട് വെക്കും. ഞാൻ ആക്സിഡൻ്റ് ആയ ശേഷം എന്നെല്ലാം പള്ളിയിൽ പോയിട്ടുണ്ടോ അന്നെല്ലാം ഞാൻ ബലിപീഠത്തോട് ചേർന്നിരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് എൻ്റെ ദൈവം തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായാലും 1.5 വർഷം 2 വർഷം കഴിഞ്ഞു. ശരീരത്തിന് യാതൊരു മാറ്റവും ഇല്ല. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, യൂനാനി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. പ്രാർത്ഥനയൊക്കെ ഒരുപാട് നടത്തി. ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകളിൽ ഒരുപാട് അത്ഭുതം കണ്ട മനുഷ്യനാണ്. അപ്പം ഞാനും വിചാരിച്ചു നമ്മൾ കർത്താവിനോട് പറഞ്ഞാൽ എളുപ്പം അവനങ്ങ് എഴുന്നേൽപ്പിക്കും. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ചോദിച്ചാൽ ഇതാ കൊണ്ടു കൊടുക്കെന്ന് പറഞ്ഞ് നമ്മുടെ തന്നേക്കും. പക്ഷേ നമ്മൾ ചോദിച്ചിട്ട് കർത്താവ് തന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വരെ നിരാശപ്പെട്ട് കരയാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ഞാനിത് നിങ്ങളോട് പറയുമ്പോഴും ഇത്രയും തളർന്നൊരു മനുഷ്യനാണെന്ന് ഈ നിമിഷം വരെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. ഹല്ലേലൂയ. പെരക്കകത്തൊന്ന് പുറത്തിറങ്ങത്തില്ല എന്ന് പറഞ്ഞ ഈ ലോകത്ത് ഇപ്പോഴേതാണ്ട് 1,72,000 കിലോമീറ്റർ കൈകൊണ്ട് കാർ ഓടിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്നെ സുഖപ്പെടുത്താതെ ബലപ്പെടുത്തിയ ദൈവത്തെ ഞാൻ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഖപ്പെടുത്താൻ അവൻ ശക്തനായ ദൈവമാ. കാരണം എന്നോടും നിങ്ങളോടും ചോദിക്കാതെ എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നീ എത്ര വലിയ കുഴപ്പക്കാരനായാലും നിന്നെ ഇട്ടിട്ട് ദൈവം പോവില്ല. നീ ദൈവത്തെ ഇട്ടിട്ട് പോയാൽ അവൻ കരഞ്ഞുകൊണ്ട് നിന്റെ പിന്നാലെ വരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതി തള്ളിയ ഈ ജന്മം കർത്താവിൻ്റെ സ്നേഹം പ്രഘോഷിക്കാൻ ഇന്ന് ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. 3 കുഞ്ഞു മക്കളാ. 12 വയസ്സ്, 10 വയസ്സ്, 2.5 വയസ്സുള്ള 3 പെൺകുഞ്ഞുങ്ങളുടെ അപ്പനാ ഞാൻ. കയറി കിടക്കാൻ ഒരു കൊച്ചു കൂര മാത്രമേ ഉള്ളൂ. എനിക്ക് ലക്ഷങ്ങൾ വേണം ആശുപത്രി കൊടുക്കാൻ. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ ഈ കൊച്ചുങ്ങളൊന്നും എൻ്റെ അല്ല. അപകടം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഇതുവരെ എൻ്റെ കൊച്ചുങ്ങളായിരുന്നു, പക്ഷേ ഈ കൊച്ചുങ്ങളൊന്നും എൻ്റെ അല്ല. മക്കൾ ദൈവത്തിൻ്റെ ദാനവും ഉദരഫലം സമ്മാനവും എന്ന് തിരുവചനം പറയുമ്പോൾ ദാനവും സമ്മാനവും വാങ്ങാനുള്ള യോഗ്യതയാണ് കുടുംബജീവിതം. മക്കളെ ഓർത്ത് ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ ദൈവകരങ്ങളിൽ എറിഞ്ഞു കൊടുക്കുക. അവരെ സൃഷ്ടിച്ച ദൈവം അവരെ പരിപാലിച്ചു കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് സഹനങ്ങളായി. സഹനങ്ങൾ, ചേട്ടൻ മരിച്ചതിൻ്റെ 6 മാസം കഴിഞ്ഞപ്പോൾ അനിയൻ്റെ നടുവൊടിഞ്ഞിരുന്നാൽ ആ കുടുംബത്തെ പറ്റി എന്ത് പറയും? ദൈവാനുഭവമുള്ള കുടുംബം എന്ന് പറയുമോ?
ഇവരാകെ കുഴപ്പമുള്ളതാ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സഹനമുള്ള കുടുംബങ്ങളെ സ്വർഗം പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുകയായിരുന്നെങ്കിൽ കരച്ചിലിന് അർത്ഥമുണ്ട്. മരണത്തിനപ്പുറത്ത് നിത്യത ഒരുക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ മരണത്തിലൂടെ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. 2 വ്രണങ്ങൾ ചന്തിക്കൊണ്ടായി പഴുത്തു പൊട്ടി ഈ കൈ ഇങ്ങനെ ചുരുട്ടി കയറ്റി വെച്ചാൽ അതുപോലെ കയറിയിരിക്കും. വലിയ ഡബിൾ മടക്കിയാണ് വെക്കുന്നത്, പഴുപ്പും ചോര ഒഴുകുന്ന. അങ്ങനെ 8 വർഷം കൊണ്ട് നടന്നു. ഒരു രാത്രിയിൽ അതെ കുറേ എലിയും കടിച്ചുകൊണ്ട് പോയി. ഹല്ലേലൂയ. അപ്പോഴും കരയാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ഇസ്രായേലിൻ്റെ പരിപാലകനായവൻ മയങ്ങാതെ ഉറങ്ങാതെ എൻ്റെയും നിൻ്റെയും കിടക്കയിൽ കാവലിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കഷ്ടതയിലൂടെ കടത്തിവിട്ടു. പക്ഷേ ഇതുവരെയും തകർന്നു പോകുവാനോ നിരാശപ്പെട്ടെന്ന് തോന്നാനോ ദൈവം അനുവദിക്കാതെ. നിങ്ങൾ ഈ കാണുന്ന വീൽ ചെയറിലല്ല ഇരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നത് കർത്താവിൻ്റെ മടിയില്ല. ഒരു മനുഷ്യന് ഇരിക്കണ 1 മണിക്കൂറല്ല 2 മണിക്കൂർ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല, എത്ര വയ്യെങ്കിലും പറ്റില്ല. എൻ്റെ ഇരിപ്പ് ദിവസത്തിൽ 14-16 മണിക്കൂറുകളാ. എനിക്ക് തന്നെ അത്ഭുതമാണ്, ഞാനെങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നേ. ഇന്നലെ രാവിലെ 9 മണിക്ക് വണ്ടി എടുത്തിട്ട് ഞാൻ ഈ കോഴിക്കോട്ട് ഇവിടെ അടിവാരത്ത് വന്ന് ഇറങ്ങുമ്പോൾ 250 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചു. കയറിയിടത്തു നിന്ന് ഓടിച്ച് ഇവിടെ വന്ന് ഇറങ്ങുകയായിരുന്നു. ഇതൊന്നും എൻ്റെ കഴിവല്ല, എൻ്റെ കഴിവുകേടിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയുന്നു, ബലഹീനതയിലാണ് ശക്തി വെളിപ്പെടുന്നത്. എൻ്റെ ബലഹീനതയിലാണ് ശക്തി വെളിപ്പെടുത്തുന്നത് ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗഖ്യപ്പെടുന്നതൊക്കെ ഭാഗ്യമാണ്. രോഗം വന്നാൽ, കുടുംബ പ്രശ്നം വന്നാൽ, സാമ്പത്തിക ബാധ്യത വന്നാൽ, ബന്ധത്തകർച്ച വന്നാൽ അതൊക്കെ നേരെയാകുക എന്നുള്ളത് ഭാഗ്യം തന്നെ. എന്നാൽ ഞാൻ പറയട്ടെ, രോഗം മാറിയില്ലെങ്കിൽ, കടബാധ്യത മാറിയില്ലെങ്കിൽ, നിന്റെ പ്രശ്നം മാറിയില്ലെങ്കിലും നീ ഒരു ഭാഗ്യവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിവൈനിലെ ധ്യാനം കൂടാൻ പോയി. വലിയൊരു രോഗശാന്തി ശുശ്രൂഷകൻ വന്ന് ശുശ്രൂഷ ചെയ്യുന്നു. ആ ധ്യാനത്തിൽ കൂടിയാൽ ഞാൻ എഴുന്നേക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പ്. അവിശ്വാസമായിട്ട് ഞാൻ വരുന്നത്. പുതിയൊരു ഡബിളും പുതിയൊരു ഷർട്ടും വാങ്ങിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. എന്തിന്? എഴുന്നേറ്റ പിന്നെ പഴയ തുണി ഉടുക്കലെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ അത്ര വിശ്വാസവുമായിട്ട് വന്നതാ. ആ ധ്യാനം കഴിഞ്ഞു, എനിക്ക് സുഖം കിട്ടിയില്ല, സങ്കടം തോന്നി. വിഷമത്തോടെ ഞാൻ ഇരിക്കുമ്പോൾ പനക്കലച്ചും പ്രസംഗിക്കാൻ കുർബാന ലാസ്റ്റ് ദിവസം ശനിയാഴ്ച രാവിലത്തെ കുർബാനയ്ക്ക് വന്നു. അദ്ദേഹം തിരുവചനം വായിച്ച് പ്രസംഗം തുടങ്ങുക. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, സഹോദരങ്ങളെ, 17,000-ഓളം രോഗികൾ ഇവിടെ വന്ന് കൂടിയിട്ട് അതിൽ നല്ലൊരു ഭാഗം ആൾക്കാരും സൗഖ്യപ്പെട്ടു പോയി. കുറെ പേർക്കൊന്നും സൗഖ്യം കിട്ടിയില്ല. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗഖ്യപ്പെട്ടവരെക്കാൾ ഭാഗ്യമുള്ളവരാണ് സൗഖ്യപ്പെടാത്തവർ. ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ പറയുന്നത്, സൗഖ്യപ്പെട്ടവരല്ലേ ഭാഗ്യമുള്ളവർ, അങ്ങനെയല്ലേ നമുക്കറിയാവുന്നത്. അച്ഛൻ വീണ്ടും പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗഖ്യപ്പെട്ടവരെക്കാൾ ഭാഗ്യമുള്ളവരാണ് സൗഖ്യപ്പെടാത്തവർ. അപ്പം ഞാൻ ശ്രദ്ധിച്ചു, ഇതെന്താ ഈ അച്ഛൻ പറയാൻ പോണത്. അച്ഛൻ പറയാ, 14 വർഷക്കാലം ഞാനൊരു സെമിനാരിയിൽ പഠിച്ച ശേഷമായി എനിക്കൊരു പൗരോഹിത്യ പദവി കിട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ബലിയർപ്പിക്കുന്നത്. എന്നാൽ 4 കാലുള്ള കട്ടിലുകളിൽ സൗഖ്യപ്പെടാതെ വേദനിച്ച് കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നീ കർത്താവിൻ്റെ ബലിയോട് താതാത്മ്യം പ്രാപിച്ച് നീ സഹിക്കുമ്പോൾ നീ സൗഖ്യപ്പെട്ടവരെക്കാൾ ഭാഗ്യമാണ്. കാരണം കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുപറ്റുന്ന ജീവിതമാണെന്ന് നീ തിരിച്ചറിയുക എന്ന് അച്ഛൻ പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. അന്ന് എൻ്റെ കണ്ണുനീരിന് ഫുൾ സ്റ്റോപ്പ് വീണു. പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. അന്ന് സൗഖ്യപ്പെടാൻ വേണ്ടി വന്ന് സൗഖ്യപ്പെടാതെ പോയി. എന്നെ കണ്ടവരൊക്കെ കരയുന്നു, ഞാൻ മാത്രം കരയുന്നില്ല. ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തോടെ അവൻ്റെ മടിയിലിരുന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കൂടുതൽ സഹനങ്ങളുള്ള ഓരോ സഹോദരങ്ങളോടും ഞാൻ പറയുക, നിന്റെ കുടുംബം സ്വർഗം ശ്രദ്ധിക്കുന്ന കുടുംബമാണ്. ഭൗതികതയിൽ നാം പറയുമ്പോൾ സൗഖ്യമുള്ള, ആരോഗ്യമുള്ള, കഴിവുള്ള, സമ്പത്തുള്ള, പേരുള്ള, പ്രശസ്തിയുള്ളവരാണ് വലിയവർ. എന്നാൽ സ്വർഗത്തിൻ്റെ മുൻപിൽ സഹനത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും കാരണം എന്താണെന്നറിയാമോ? കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ലോകം നമ്മളെ തുറിച്ചു നോക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവമല്ലാതെ മറ്റാശ്രയമില്ല. നാം ദൈവത്തെ വിളിച്ച്, കർത്താവേ, നല്ല വേദനയാണ്, നല്ല വേദനയാണ്, എന്ന് ചിന്തിച്ചു നോക്കി. അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ 119:71 പറഞ്ഞു വെച്ചത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതിനാൽ ദൈവമേ നിന്റെ ചട്ടങ്ങൾ ഞാൻ പഠിച്ചുവല്ലോ. ഹല്ലേലൂയ.
പൗലോസ് വിളിച്ചു ചോദിച്ചില്ലേ, ഈ ലോകത്തെ ഏത് സഹനത്തിനാ എൻ്റെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റുക? ആപത്തോ, വാളോ, പട്ടിണിയോ, നഗ്നതയോ, കഷ്ടതയോ, ഇവയ്ക്കൊന്നിനും എൻ്റെ ദൈവത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ പറ്റില്ലെന്ന് പൗലോസ് പറയുകയാ. 40 കുറയാതെ അടി 5 പ്രാവശ്യം കൊണ്ടവൻ, കപ്പലപകടത്തിൽ പെട്ടവൻ, കള്ളന്മാരുടെ കയ്യിൽപ്പെട്ടവൻ, വിശ്വസ്തരല്ലാത്തവരാൽ വഞ്ചിക്കപ്പെട്ടവൻ, സ്നേഹിതരാൽ വഞ്ചിക്കപ്പെട്ടവനായ പൗലോസ് പറയുക, ഈ ലോകത്തെ ഒരു സഹനത്തിനും എൻ്റെ കർത്താവിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം പൗലോസ് വെല്ലുവിളിച്ചില്ലേ, ഹേ മരണമേ, നിന്റെ വിജയം എവിടെ, നിന്റെ വിഷമുള്ളെവിടെ? അതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴുത്തുവെട്ടി വിശ്വാസിയാണെന്ന് പറയുന്നത് കൊണ്ട് കഴുത്ത് വെട്ടുന്ന മനുഷ്യൻ പോലും തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത് ഇതിനപ്പുറമുള്ളൊരു ജീവിതം കണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കട്ടിലിൽ കിടക്കുന്ന കാലത്ത് ഒരു ദിവസം എൻ്റെ അമ്മ വീണു. അമ്മ വീണപ്പോൾ എനിക്ക് സങ്കടമായി, താങ്ങാനാവാത്ത സങ്കടമായി. ഞാൻ പറഞ്ഞു, കർത്താവേ, നിൻ്റെ കൂടെ കൂടി 4 കൊല്ലമായിട്ട് ഞാൻ ജീവിക്കുന്നു. നീ എനിക്ക് ഈ സഹനം തന്നിട്ട് ഞാൻ നിന്നോട് പരാതിപ്പെട്ടില്ല. പക്ഷേ പെറ്റമ്മയുടെ വീഴ്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മ ജീവിച്ചിരിപ്പുണ്ട്, 87 വയസ്സുണ്ട്. ഇപ്പോഴും കുഴപ്പമില്ലാത്ത ആരോഗ്യത്തോടെ 11 മക്കളുടെ അമ്മ ഇപ്പോഴും ജീവിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈശോയോട് പറയാ, എൻ്റെ അമ്മ ഉരുണ്ട് വീണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കിടക്ക് എണ്ണിക്കാൻ മേലാത്തത് കൊണ്ട് ഈ കൈയുടെ കുഴ തിരിഞ്ഞിട്ട് വീണിടത്ത് കിടന്ന് കരഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ കരയാൻ തുടങ്ങി. കർത്താവേ, എനിക്കിത് പറ്റില്ല കർത്താവേ, നീ എന്നെ തിരികെ വിളിക്കുക. എന്തിനായി എന്നെ ഇങ്ങനെ ബലഹീനനാക്കിയിട്ട് നീ എന്നെ വിഷമിപ്പിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരഞ്ഞുകൊണ്ട് ഞാൻ വഴക്കാം, മതി എനിക്ക് ജീവിതമെന്ന്. നിരാശ കൊണ്ടല്ല, ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ കിടന്ന് ബഹളം വെക്കുകയാണ്. കുറെ കഴിഞ്ഞ് ഞാനിങ്ങനെ കരഞ്ഞ് കിടക്കുക, എന്നെ അങ്ങ് തിരികെ വിളി കർത്താവേ, എന്നെ അങ്ങ് തിരികെ വിളിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ മുറിയിൽ, വേറെ ആരുമില്ല. കരഞ്ഞ് അങ്ങനെ കിടക്കുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാ, നിന്നെപ്പോലെ ഞാൻ കിടന്നിട്ടുണ്ട്. പെട്ടെന്ന് കണ്ണ് ഞാൻ തുറന്ന് നോക്കി, ആരാണ് സംസാരിക്കുന്നത്? ആരുമില്ല. എനിക്കറിയാം കർത്താവ് സംസാരിച്ചതാണെന്ന് മനസ്സിലായി. ഞാൻ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, എപ്പോഴാണ് അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ നീ കിടന്നത്? ഞാൻ കിടന്നത് പോലെ നീ എപ്പോഴാണ് കിടന്നത്? ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ കിടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു ദർശനം അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. കാൽവരിയിൽ ഈശോയുടെ മരണത്തിൻ്റെ അവസാന നിമിഷം കാണിച്ചു തരികയാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ്, അവനെ കണ്ടാൽ മനുഷ്യനാണെന്ന് തോന്നത്തില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നത് സത്യമാണ്. ഞാൻ ആ ദർശനത്തിൽ കാണുകയാ, കുരിശിൽ പറിച്ചു കീറിയിട്ടേക്കുന്നത് പോലെ യേശു കിടക്കുക. തലയനക്കുന്നുണ്ട്, പക്ഷെ ഒരു ജീവനുള്ള മനുഷ്യനെ പോലെയല്ല. അത്ര വിഷമിച്ച് അവൻ തലയനക്കി വേദനയോട് എന്നോട് പറഞ്ഞു, പരിശുദ്ധ അമ്മ 2 കരങ്ങളും കോർത്തിങ്ങനെ പിടിച്ചുകൊണ്ട് കുരിശിലേക്ക് നോക്കി നിൽക്കുന്നു. അമ്മയുടെ അപ്പുറം ഇപ്പുറം ഒക്കെ ആളുണ്ട്, പക്ഷേ എനിക്ക് അമ്മയും ഈശോയും വ്യക്തമായി കാണാം, മറ്റൊന്നും ഷെയ്ഡ് പോലെ കാണുന്നത്. ഈശോനോട് പറഞ്ഞു, നീ കണ്ടോ എൻ്റെ അമ്മ? നീ എന്നോട് ചോദിച്ചില്ലേ, നിൻ്റെ അമ്മ വീണ് കിടന്നപ്പോൾ ഓടിച്ചെല്ലാൻ പറ്റാത്ത നിൻ്റെ സങ്കടം എനിക്കറിയത്തില്ലെന്ന് നീ പറഞ്ഞില്ലേ? നീ നോക്കിക്കേ, എൻ്റെ അമ്മ നിന്ന് കരയുന്നത് നീ കണ്ടോ? എൻ്റെ വേദന കണ്ട് കരയുന്നത് നീ കണ്ടോ? നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദർശനം കണ്ടത് സകല കൺട്രോളും പോയി. ഞാൻ കരയാൻ തുടങ്ങി. ഈശോയെ, അവിടുന്ന് എന്നോട് കരുണ തോന്നണമേ, എൻ്റെ ബലഹീനതയാണ് എന്നെ കൊണ്ട് നിൻ്റെ മുന്നിൽ പരാതി പറയിച്ചത്. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കരയുന്നതിന് മുമ്പ്, ഞാൻ വേദനിക്കുന്നതിന് മുമ്പ്, ഞാൻ വിഷമിക്കുന്നതിന് മുമ്പ്, ഞാനും നീയും വിഷമിക്കുന്നതിൻ്റെ 10,000 ഇരട്ടി തീഷ്ണതയോട് എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി സഹിച്ച കർത്താവിൻ്റെ സഹനത്തിലെ പങ്കുപറ്റലാണ് നമ്മളുടെ സഹനങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ, ഇല്ലെങ്കിൽ മാറ്റിത്തരാൻ കഴിവുള്ളവൻ്റെ മടിയിലിരുന്ന് ഞാൻ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നു, ഒരുപാട് വീൽ ചെയർ മിനിസ്ട്രികളിലും ഒക്കെ വർക്ക് ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് സന്തോഷ് ബ്രദറിൻ്റെ കൂടെ, കരുമത്തറ ബ്രദറിൻ്റെ കൂടെ ഒരു ശുശ്രൂഷയ്ക്ക് പോകാം. 100ഓളം വീൽ ചെയറുകാർ വന്നിരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണെങ്കിലും ഇങ്ങനെയെല്ലാം ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പറഞ്ഞു, ഇവരോട് സംസാരിക്കാൻ പറഞ്ഞു. തലേദിവസമേ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ എന്നെപ്പോലുള്ള വീൽ ചെയറുകാരോട് പ്രസംഗിക്കാൻ വിഷമമാണ്. കാരണം ഞാൻ 17 വർഷമേ ആയുള്ളൂ. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന പുള്ളി ഒരാൾ 33 വർഷം ആയിട്ട് വീൽ ചെയറായിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ളവരോട് പ്രസംഗിക്കാൻ വിഷമമായി. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഇവരോട് ഞാൻ എന്ത് സന്ദേശമാണ് പറയേണ്ടത്? കർത്താവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്, ഭൂമിയിലുള്ള സകല മനുഷ്യരും സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റിന് ക്യൂ നിൽക്കുക. ആണോ? നമുക്കൊക്കെ എവിടെ പോകാനാ ഇഷ്ടം? സ്വർഗത്തിൽ പോകാനാ ഇഷ്ടം. അത് ഏത് ജാതിയായാലും, ഏത് മതത്തിലായാലും, ഏത് വിശ്വാസത്തിലായാലും സ്വർഗത്തിൽ പോകാനാ ഇഷ്ടം. കർത്താവ് എന്നോട് പറയാ, ഭൂമിയിലുള്ള സകല മനുഷ്യരും സ്വർഗത്തിലേക്കുള്ള ക്യൂവില. നീ കണ്ടിട്ടില്ലേ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത്?
ഞാൻ പറഞ്ഞു, ഉണ്ട് കർത്താവേ. എന്നാൽ നീ ഒരു കാര്യം പറ, ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ടിക്കറ്റ്, കൺഫേം ടിക്കറ്റ് കിട്ടിയവരാണെന്ന് പറഞ്ഞുകൊള്ളുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് സഹനമുണ്ടോ? നിനക്ക് സ്വർഗത്തിന്റെ ചീട്ട് ഉറപ്പാ. നിന്റെ മനുഷ്യത്വത്തിന്റെ ബലഹീനതയിൽ അയ്യോ ഇത് നിരാശപ്പെടുകയോ എന്തെങ്കിലും ദൈവത്തിനെതിരെ നീ സംസാരിച്ചാലും ഒരിക്കലും ഒരിക്കലും ദൈവം നിന്നെ തള്ളിക്കളയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലില്ലാതായ കാലത്താണ്, കാലുള്ള കാലത്ത് കാണാത്ത ദേശങ്ങൾ കാലില്ലാത്ത കാലത്ത് കർത്താവ് കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ കാലുള്ളപ്പോൾ കോഴിക്കോട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ 6 പ്രാവശ്യം വന്നു. കണ്ണൂർ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനായിട്ട് 6 പ്രാവശ്യം കണ്ണൂരിൽ പോയി ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയാ. അപ്പം തിരുവനന്തപുരമോ വിഴിഞ്ഞമോ കണ്ണൂരോ കോഴിക്കോടോ ഒന്നും നമുക്ക് ദൂരമല്ല. ഇതൊന്നും ഞാൻ പറയട്ടെ, ആരോഗ്യമുള്ളത് കൊണ്ടല്ല ഞാൻ ഓടി നടക്കുന്നത്, പണമുള്ളത് കൊണ്ടല്ല കാർ ഓടിക്കുന്നത്, വിദ്യാഭ്യാസമോ വിവരമോ അറിവോ ഉള്ളത് കൊണ്ടല്ല പ്രസംഗിക്കുന്നത്, മറിച്ച് ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ കുടുംബത്തെ നോക്കി പറഞ്ഞത് ശാപത്തിൻ്റെ കുടുംബമെന്ന്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്ത് കൂടുതൽ സഹനമുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കുടുംബത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ, കർത്താവ് എന്നെയും നിന്നെയും തള്ളിക്കളയില്ല. 3 മക്കള്, ഞാൻ പറഞ്ഞല്ലോ 12 വയസ്സ്, 10 വയസ്സ്, 2.5 വയസ്സുള്ള മക്കള്. മൂത്ത മകള് പഠിച്ചത് നേഴ്സിംഗ് ആണ്. ഇന്ന് അവൾ ഖത്തറിലെ രാജാവിൻ്റെ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമത്തെ മകൾ എയർ ഹോസ്റ്റസ് ആണ്. 8 വർഷമായി അവൾ എയർ ഹോസ്റ്റസായിട്ട് ജോലി ചെയ്യുന്നു. +2 കഴിഞ്ഞ് കിട്ടിയ ജോലിയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2.5 വയസ്സുകാരത്തി ഇപ്പോൾ ഡിഗ്രി 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകൾ എയർ ഹോസ്റ്റസ് ആയതുകൊണ്ട് അത്യാവശ്യം വല്ലപ്പോഴും ഒന്ന് ഫ്ലൈറ്റ് യാത്ര ചെയ്യാനും ദൈവം വഴിയൊരുക്കുന്നു. ഹല്ലേലൂയാ. ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ പ്രസംഗിക്കാൻ, ഇത്തരത്തിൽ പോകാനൊരാഗ്രഹം സാധിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതേ ഒരു കാര്യം മനസ്സിലാക്ക്, നിനക്ക് കൂടുതൽ സഹനമുണ്ടെങ്കിൽ നിനക്ക് കൂടുതൽ കൃപയുണ്ടായിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറയട്ടെ, ഒന്ന് കണ്ട് നിരാശപ്പെടല്ലേ. എനിക്ക് നെഞ്ചു മുതൽ താഴെയോട്ട് നോക്കിയാൽ കരയാൻ 100 കാരണങ്ങളുണ്ട്. അയ്യോ എനിക്ക് വിശപ്പറിയില്ലല്ലോ, ദാഹം അറിയില്ലല്ലോ. ചിന്തിച്ചു നോക്കണം, നമ്മുടെ മലമൂത്ര വിസർജനം നമ്മുടെ കൺട്രോളിലല്ലെങ്കിൽ ഭയങ്കര പാടാ. താഴേക്ക് നോക്കിയാൽ കരയാൻ 100 കാരണങ്ങളുണ്ട്. എന്നാൽ താഴോട്ട് നോട്ടമില്ല. ഈ നെഞ്ചിന് മുകളിലേക്ക് ഞാൻ നോക്കും, എന്നാലും ഇനി നെഞ്ച് മുതൽ മുകളിലോട്ട് ബലമുണ്ടല്ലോ, ജീവനുണ്ടല്ലോ. ഈ കൈ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം എനിക്ക് ചെയ്യാമല്ലോ, എനിക്ക് കാണാമല്ലോ, എനിക്ക് കേൾക്കാമല്ലോ, എനിക്ക് എൻ്റെ കർത്താവിനെ പറ്റി പറയാമല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതം പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാ ക്രിസ്ത്യാനി. നീ മനുഷ്യ മകനായിട്ടല്ല, ദൈവത്തിൻ്റെ മകനായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാ. നിരാശപ്പെടരുതേ. നിന്റെ ബുദ്ധി നിന്നെ പലപ്പോഴും താഴേക്ക് വലിക്കും. ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ ഒരു തരത്തിലും രക്ഷപ്പെടില്ല. എന്നാൽ നീ മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ഇപ്പം 3-4 ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു, കൗൺസിൽ ചെയ്യുന്നു. പലരും എന്നെ കണ്ടിട്ട് വലിയ ആശ്വാസമാണ്. അവർ കൗൺസിലിങ്ങിന് വരും. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അത് ഇങ്ങനെയാണ് പ്രശ്നം, അങ്ങനെയാണ് പ്രശ്നം, കാര്യങ്ങളെല്ലാം കേൾക്കും. ഞാൻ മിണ്ടാതെ. അപ്പോൾ അവർ വന്ന ഉടനെ ചോദിക്കുന്നു, ബ്രദറിന് എന്നാ പറ്റിയെന്ന് അവർക്കറിയണ്ടേ. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റിയില്ല. അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയും, ഇങ്ങനെ നെഞ്ചുമോല് തളർന്നോ? നെഞ്ചുമോല് തളർന്നോ? അങ്ങനെ എൻ്റെ ചരിത്രം തുടങ്ങി ഒരു 5 മിനിറ്റ് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ പറയും, എൻ്റെ കർത്താവേ, നിങ്ങളുടെ അത്രയും വിഷമവും വേദനയൊന്നും ഞങ്ങൾക്കില്ല, എന്നിട്ട് ഞങ്ങൾക്കിത് ഭയങ്കര ഭാരമായി തോന്നുന്നു. ഞാൻ പറഞ്ഞു, കർത്താവിനെ ഏൽപ്പിക്കുക, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിരാശപ്പെടണോ? നിരാശപ്പെടണോ? നിനക്ക് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇന്ന് എൻ്റെ സഹനങ്ങളെല്ലാം പ്രാർത്ഥനകളായി മാറിക്കൊണ്ടിരിക്കുക. കാരണം നെഞ്ചു മുതൽ താഴോട്ട് തളർന്ന് ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും പുകച്ചിലും മാത്രമേ നെഞ്ചു മുതൽ താഴോട്ട് അറിയത്തുള്ളൂ. പുകച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യനെ കാണാൻ മേലാത്ത കണക്കുള്ള പുകച്ചിലും വിഷമവും വരും. അപ്പം അങ്ങനെയെല്ലാം വരുമ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ പ്രാർത്ഥനാ സഹായം ചോദിക്കും. ബ്രദറെ, ആകെ പ്രശ്നമോ, ഒന്ന് പ്രാർത്ഥിക്കണേ, ഒന്ന് പ്രാർത്ഥിക്കണേ. ചിലരുടെയൊക്കെ പ്രശ്നം കേൾക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് ഓടാൻ തോന്നും, അത്ര വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നവരോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയും, ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക. എൻ്റെ ഈ ആഴ്ചയിലുണ്ടാകുന്ന വേദനയിൽ ഏറ്റവും കൂടുതൽ വേദനയുള്ള 2 ദിവസത്തെ വേദന ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാം.
അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? തിങ്കളാഴ്ച വേദന, ചൊവ്വാഴ്ച വേദന, ബുധനാഴ്ച വേദന, വ്യാഴാഴ്ച വേദന, ഇതെല്ലാം എൻ്റെ മടിയിൽ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ എന്നെ തള്ളി താഴെ ഇടും. ഞാൻ എന്നെ എടുക്കും. തിങ്കളാഴ്ചത്തെ വേദന ഒരു കള്ളുകുടിയൻ്റെ മാനസാന്തരത്തിന്, ചൊവ്വാഴ്ചയിലെ വേദന ഒരു തകർന്ന കുടുംബത്തിന് വേണ്ടി, ബുധനാഴ്ചയിലെ വേദന മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, വ്യാഴാഴ്ചത്തെ വേദന വഴിവിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർ. ഇങ്ങനെ 7 ദിവസവും 7 നിയോഗം കാഴ്ചവെക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭാരമില്ല. എൻ്റെ സഹനം അപരൻ അനുഗ്രഹമായി എനിക്ക് അഭിഷേകമായി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്ത്യാനി ഈ സഹനം കാഴ്ചവെക്കാമെങ്കിൽ നമുക്ക് കാണാം, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണാം, കല്ലേറുകൊണ്ട് മരിക്കാൻ പോകുന്ന സ്തെഫാനോസ് അവൻ പറയുകയാണ്, എൻ്റെ കർത്താവേ, ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ. അവൻ്റെ ആ പ്രാർത്ഥനയുടെ ഫലമാണ് സാവൂളിന് മാനസാന്തരം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിത പങ്കാളി കള്ളുകുടിയനോ അല്ല ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുള്ള പുള്ളിയാണ്, ഉപദേശിക്കരുത്. ഉപദേശം കിട്ടാഞ്ഞിട്ടല്ല ഈ ലോകത്താരും നന്നാകാത്തത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. കർത്താവിനോട് പറയണം, നീ എനിക്ക് തന്ന ജീവിത പങ്കാളി വഴിവിട്ട പോക്ക് പോകുന്ന കർത്താവേ, എൻ്റെ സഹനം ഞാൻ നിന്റെ കുരിശോട് ചേർത്ത് വെക്കുന്നു, ഇവനെ മോചിപ്പിച്ച് തരണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ഉറപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കർത്താവ് തിരികെ തന്നിരിക്കും. ഹല്ലേലൂയ. മറിച്ച് അയാളോട് തല്ലുപിടിച്ചാലോ? പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുവോ? പറഞ്ഞ കേൾപ്പിക്കാൻ കഴിവുള്ളവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ, അത് നമ്മുടെ സഹനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേ, വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ സഹനം കാഴ്ചവെക്കുന്നത് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണ്. 2033 എന്ന് പറയുന്ന ആ വർഷമുണ്ടായാൽ ആ വർഷത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ദൈവിക ഇടപെടലിന് വേണ്ടി ഇന്ന് സഹനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2% ഇന്ത്യയിലെ ക്രിസ്ത്യാനി അത്ഭുതം പോലെ തൻ്റെ സഹനങ്ങളെ ഈ സുവിശേഷത്തിന് വേണ്ടി കാഴ്ചവെച്ചാൽ ഇവിടെ അഗ്നിപ്രളയമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ ജീവിക്കുന്നത് ഒരു വിശുദ്ധനാകാൻ വേണ്ടിയാ. എനിക്കൊരു വിശുദ്ധനാകാൻ പറ്റുമോ? ഉറക്കെ പറ. ഞാൻ ചോദിക്കട്ടെ, കാരണം എനിക്ക് മാത്രമേ വിശുദ്ധനാകാൻ പറ്റത്തുള്ളൂ? പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാ. മണ്ടനും പൊട്ടനുമായിട്ട് ഇവിടെ ജീവിച്ച് നഷ്ടപ്പെടാനുള്ളവരല്ല. നീ കടന്നു പോകുന്ന വഴികളിൽ ക്രിസ്തുവിനോട് ചേർന്ന് നീ കടന്നു പോയാൽ നീ വിശുദ്ധനായി സ്വർഗത്തിൽ പോകാം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശുദ്ധി വേണം. സഹനമില്ലാതെ വിശുദ്ധിയില്ല, വിശുദ്ധിയില്ലാതെ സ്വർഗമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനം ഒരുപാട് ഇപ്പോൾ ഇത്രയും കഷ്ടതയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, ഈ കഴിഞ്ഞ 17.5 വർഷമായിട്ട് ഞാനൊരു കാര്യം പറയാം, ഞാൻ നടന്ന് ആ 4 വർഷം പ്രാർത്ഥനയോടെ ജീവിച്ചതിൽ കൂടുതൽ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ദൈവിക ദർശനത്തിലും ജീവിക്കാൻ ഇപ്പോൾ എനിക്ക് ഭാഗ്യം കിട്ടിയിരിക്കുക. പലരും എന്നെ കാണുമ്പോൾ സഹതാപത്തോടെ നോക്കുന്നു, ഓക്കായ ഒരു മനുഷ്യൻ. ഞാൻ കർത്താവിൻ്റെ പുലിയെ പോലെ അവനെ നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹിക്കുന്നവരെ കണ്ടാൽ ഒരു തരത്തിലും അഭിപ്രായം പറയല്ലേ. അതുപോലെ സഹിക്കുന്നവരുടെ പ്രിയപ്പെട്ടവർ, ഇപ്പോൾ എൻ്റെ ഭാര്യ ഒരുപാട് സഹിക്കുന്ന ഭാര്യയാണ്. കാര്യം 10-17 വർഷക്കാലമായിട്ട് എന്നെ കൊണ്ട് അവൾ വിഷമിക്കുക. പക്ഷെ എന്നാലും ഊണുമില്ല ഉറക്കവുമില്ല ഒക്കെ അവൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, കർത്താവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിനായി അവൻ കടന്നുപോയ വഴിയിൽ ശിമയോൻ എന്ന വ്യക്തിയെ പോലെ സഹിക്കുന്നവരെ സഹായിക്കുന്ന ഓരോ വ്യക്തിയും മാറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശ് ചുമന്നപ്പോൾ ഒരിക്കലും ശിമയോൻ വിചാരിച്ചിരുന്നില്ല ഇത് നല്ല കാര്യത്തിനാണെന്ന്. നാണക്കേടാ. കാരണം കുറ്റവാളിയുടെ കുരിശാണ് ചുമക്കുന്നതെന്ന് ആ ശിമയോൻ ആദ്യം ധരിച്ചത്. അത് ഭയങ്കര ഭാരമുള്ള കുരിശായിരുന്നു. ശരീരവേദനയും ഉണ്ടായി. അവസാനം ശിമയോൻ വീട്ടിൽ ചെന്നിട്ട് മക്കളോട് പറഞ്ഞു, ചേട്ടാ മക്കളെ, നാണം കെട്ട ദിവസമായി ഇന്ന്. ആ മനുഷ്യൻ 3-ാമത്തെ ദിവസം തുറക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ കല്ലറ കണ്ടപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്ക് ശിമയോൻ എന്ത് പറയും? അവൻ്റെ കുരിശ് ചുമക്കാനുള്ള, ഉറക്കപ്പറ, അവൻ്റെ കുരിശ് ചുമക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഹല്ലേലൂയ. എൻ്റെയും നിൻ്റെയും സഹനം ഒന്ന് ചുമ്മാതെ വേദനയല്ല പ്രിയപ്പെട്ടവരെ. ആ ചുമ്മാതെ വേദന പോലും നമുക്ക് കൃപയാക്കി മാറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ സഹോദരങ്ങളുടെ ഒരുപാട് സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവരും കൈവിട്ടു. അങ്ങനെയാണ്, നമ്മളെ എല്ലാവരും കൈവിടും അവസാനം.
ഇങ്ങനെ ഒരറ്റം മുതൽ ഓരോ കൈവിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ കൗൺസിൽ ചെയ്യുന്ന എൻ്റെ കൗൺസിലറോട് ഞാൻ ചോദിച്ചു, ഇതെന്നാ ഇവർക്കെല്ലാം വേണ്ടി ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇവരിങ്ങനെ ചെയ്യുന്നത്? എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ പോലും നിങ്ങളെ അവസാനം കൈവിടും. അപ്പം ഞാനിങ്ങനെ കണ്ണുമിഴിച്ച് നോക്കി, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അപ്പം എന്നോട് പറഞ്ഞു, ഈ ലോകത്ത് കുഞ്ഞുമോൻ ആരും ഇല്ലാതെ വരുമ്പോൾ കുഞ്ഞുമോൻ പൂർണ്ണ മനസ്സോടൊരു വിളിക്കും, എൻ്റെ കർത്താവേ, എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല. അവൻ അത് കേൾക്കാൻ നോക്കി നിൽക്കും, അവൻ നിന്നെ എടുത്തുകൊണ്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് തിരുവചനം എഴുതി വെക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ബുദ്ധിയിൽ തിന്മയെന്ന് തോന്നുന്നത് അവസാനം അവൻ നന്മയ്ക്കും വിശുദ്ധിക്കും വീണ്ടെടുപ്പിനുമായി ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകാനാണോ നരകത്തിൽ പോകാനാണോ എളുപ്പം? പറയാം, കുഴപ്പമില്ല. നരകത്തിൽ പോകാൻ ആരാ പറഞ്ഞത്? അധികാരമുള്ള ആരും പറഞ്ഞിട്ടില്ല നരകത്തിൽ പോകാൻ എളുപ്പമാണെന്ന്. അടിസ്ഥാന രേഖകളിലോ ആധികാരിക രേഖകളിലോ ഇല്ല നരകത്തിൽ പോകാൻ എളുപ്പമാണെന്ന്. സാത്താൻ എന്നോ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉപദേശിച്ചു നരകത്തിൽ പോകാൻ എളുപ്പമാണ്. അത് മനസ്സിലായ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, നരകത്തിൽ പോകാൻ എളുപ്പമാണ്, സ്വർഗത്തിൽ പോകാൻ പാടാ. സത്യമായും തിരിച്ചറിഞ്ഞുകൊള്ളുക, നരകത്തിൽ പോകാൻ പാടാണ്. ചുമ്മാതെ പറയുന്നതല്ല. ചിന്തിച്ചു നോക്ക്, മദ്യത്തിൻ്റെ രുചി എന്നാ ചേട്ടന്മാരെ? തേൻ പോലെ മധുരമാണോ? പാൽപ്പായസം പോലെ രുചിയാണോ? പിന്നെ എന്താണ്? ഒരു സമൂഹത്തിൽ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അതൊരു കെട്ട രുചിയാ ബ്രദറേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇത് കുടിക്കാൻ എളുപ്പമാണോ? അദ്ദേഹം പറഞ്ഞു, ഇത് കുടിക്കാൻ എളുപ്പമല്ല. അപ്പം ഞാൻ ചോദിച്ചു, കുടിച്ചാൽ പിന്നെ നടക്കാനോ? അദ്ദേഹം പറഞ്ഞു, എളുപ്പമല്ല. സംസാരിക്കാനോ? എളുപ്പമല്ല. കുടിച്ചു നല്ല കാര്യം വല്ലതും ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല ബ്രദറേ, മദ്യപാനി സ്വർഗരാജ്യം അവകാശപ്പെടുത്തില്ലെന്ന് ബൈബിൾ പറയുമ്പോൾ സഹോദരങ്ങളെ, ഒരു പാപവും മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. അത് രഹസ്യമായി നീ ചെയ്താലും പരസ്യമായി ചെയ്താലും ഒരു പാപവും നിന്നെ സന്തോഷിപ്പിക്കുന്നില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് പാപം ചെയ്ത് കഷ്ടതയുടെ നരകത്തിലേക്ക് പോകാൻ ഒരുങ്ങരുത്. ഹല്ലേലൂയ. പാപം ചെയ്യാൻ കഷ്ടപ്പാടാണെന്നേ. ഏത് പാപമാ സന്തോഷത്തോടെ ചെയ്യുന്നത്? ഭയപ്പെട്ടല്ലേ ഏത് പാപവും ചെയ്യുന്നത്? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകാൻ എന്ത് എളുപ്പമാ? സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണോ? മിണ്ടുന്നില്ല ആരും. ഞാൻ പറഞ്ഞു തരാം. സ്വർഗത്തിൽ പോകാൻ ഇത് ഞാനല്ല പറഞ്ഞ, ബൈബിളാ പറയുന്നത്. മിശിഹാ തമ്പുരാൻ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകാൻ വളരെ എളുപ്പമാണ്. കാരണം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ അന്ത്യവിധിയെപ്പറ്റി പറഞ്ഞു വച്ചിരിക്കുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു, കർത്താവ് തൻ്റെ സകല പ്രതാപത്തോടും വാനമേഘങ്ങളിൽ ദൂതന്മാരോടൊപ്പം വരുന്നു. മനുഷ്യവർഗം മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ കൂട്ടപ്പെടുന്നു. കോലാടുകളെയും ചെമ്മരിയാടിനെയും വേർതിരിക്കുന്നത് പോലെ വിശുദ്ധരെയും പാപികളെയും ഇടവും വലവുമായി മാറ്റി നിർത്തുന്നു. അനന്തരം രാജാവ് തൻ്റെ വലതുവശത്ത് നിൽക്കുന്നവർക്ക് സമ്മാനം കൊടുക്കാൻ പോകുക. വിശുദ്ധരെ വിളിച്ചിട്ട് പറയുക, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിനെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുക. നിങ്ങൾക്ക് സ്വർഗം കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അവർ മിണ്ടാതെ നിൽക്കുന്നു. ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ. നേരെ മറിച്ച് സ്വർഗം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഹല്ലേലൂയെങ്കിലും പറയണ്ടേ. ഈ വലതുവശത്ത് നിൽക്കുന്നവർ മിണ്ടുന്നില്ല. അങ്ങനെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയെന്ന് പറയുക. കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് സ്വർഗം കിട്ടി. അപ്പം ഇവർ ഇങ്ങനെ ഇരിക്കുക. അപ്പം കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. ദാഹിച്ചു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. കാരാഗ്രഹത്തിൽ നിങ്ങൾ എന്നെ സന്ദർശിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചു. അപ്പം ആ വലതുവശത്ത് നിന്നതിൽ ഒരു ചേട്ടൻ തലപൊക്കിക്കൊണ്ട് ചോദിച്ചു, കർത്താവേ, നീ പറയുന്ന ഇതൊക്കെ ചെയ്തെന്ന് ഇതെപ്പോഴാ ഞങ്ങൾ ചെയ്തത്? കണ്ടോ, ഭൂമിയിലെ ജീവിതത്തിൽ അവർ ശ്രദ്ധിക്കപ്പെടാതെ സഹജീവിയെ സ്നേഹിച്ച് ചെയ്ത കൊച്ചു കൊച്ചു നന്മകൾ അവരെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുകയാ. കൊച്ചു കൊച്ചു നന്മകൾ അവരെ സ്വർഗത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ ലോകത്തിൻ്റെ ചിന്തയനുസരിച്ച് പള്ളി പണിയാൻ 1 ലക്ഷം കൊടുത്തവൻ കയറിപ്പോ, കൈക്കാരൻ കയറിപ്പോ, പാട്ടുകാർ കയറിപ്പോ, എന്തൊക്കെയാ പറയേണ്ടത്? കർത്താവ് പറഞ്ഞത് ഇതൊന്നുമല്ല. കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഹജീവിയോട് നീ കരുണ കാണിക്കുമ്പോഴെല്ലാം നിന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവത്തെ സഹജീവിക്ക് നീ പകർന്നു കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ആത്മാക്കളെ നേടുവാൻ ഉറപ്പായിട്ടും നിനക്ക് സാധിക്കും. അങ്ങനെ സഹജീവിയെ നീ സ്നേഹിക്കുമ്പോൾ ഉറപ്പേ നിനക്ക് സ്വർഗം കിട്ടും. ഹല്ലേലൂയ. വീണവന് കൈത്താങ്ങാകുന്ന സുവിശേഷം, വിശക്കുന്നവൻ ആഹാരമാകുന്ന സുവിശേഷം, ഭയപ്പെടുന്നവനെ ബലപ്പെടുത്തുന്ന സുവിശേഷം. സുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം ഇത് മാത്രമാ. പ്രവർത്തിക്കുന്നവനിൽ നിന്നും പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവനിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകാൻ വളരെ എളുപ്പമാ. നാം ഇടപെടുന്ന ഓരോ മനുഷ്യ ജീവിയോടും കരുണ കാണിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. മനസ്സിലായോ സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണെന്ന്? സ്വർഗത്തിൽ പരീക്ഷയൊന്നുമില്ല. ബൈബിളെല്ലാം കൊണ്ട് പഠിച്ചൊരു വലിയ അവിടെ ചെന്ന് നമുക്ക് പരീക്ഷ എഴുതി അങ്ങനെയുള്ള പരിപാടിയൊന്നും അവിടെ ഇല്ല. ഇവിടെ നമ്മൾ തുറക്കാത്ത ഒരു സ്വർഗത്തിൽ നമുക്ക് കയറാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ സ്വർഗത്തിൽ പോകും, നിങ്ങളൊക്കെ വരുമോ? ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ദൈവമേ, 3, 4, 5 പേര്, ഇത്രയും പേരില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്? ഇപ്പം മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേടാ, സ്വർഗത്തിൽ പോകാൻ തക്ക സമയം ആകുന്നില്ല വരെ നിന്നെ ഞാൻ ഇവിടെ ഇട്ടേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു സത്യം ഇതാണ്: ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ട് ചെന്നെത്തിക്കാനും തക്ക തരത്തിലുള്ള സഹനം അവൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. ഹല്ലേലൂയ. ഓർക്കാപ്പുറത്ത് സഹനം വരുമ്പോൾ ഇത് ഭാരമാണെന്ന് ചിന്തിക്കരുത്. വിശുദ്ധനാക്കാൻ വേണ്ടി ദൈവം നിന്നെ, വിശുദ്ധയാക്കാൻ വേണ്ടി നിനക്ക് ദൈവം സഹനം തന്നിരിക്കുക. ആ സഹനങ്ങളിലൂടെ വെട്ടിയൊരുക്കി നിന്നെ വിശുദ്ധനാക്കി കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകണോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ 5-6 കാര്യങ്ങൾ ചെയ്താൽ മതി. വിശക്കുന്നവൻ ആഹാരമാകുന്ന, ദാഹിക്കുന്നവന് വെള്ളമാകുന്ന, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അയൽക്കാരന്, അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവരോടൊക്കെ കരുണ കാണിക്കുക. പള്ളി 10,000 കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷേ അയൽവക്കാരന് ഡയാലിസിസ് ചെയ്യാൻ കാശില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന് 100 രൂപ കൊടുക്കാൻ നമുക്ക് പാടാ. നീ മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ജീവിക്കുന്ന ദൈവം നിനക്ക് നൽകുന്ന നല്ല നല്ല ചിന്തകളും നല്ല നല്ല പ്രവൃത്തിക്ക് ആവശ്യമായ ഊർജ്ജവും അവൻ തരുമ്പോൾ അവനെ മറക്കാതെ അവനോട് അനുസരണയോടെ നീ ജീവിക്കുമെങ്കിൽ ഉറപ്പ് എനിക്കും നിനക്കും സ്വർഗത്തിൽ പോകാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം തീർന്നുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ സ്വർഗത്തിൽ പോകും, നിങ്ങളൊക്കെ വരുമോ? ഉറക്കെ പറയട്ടെ, വരുമോ? എന്തിനാണെന്നറിയാം ഇങ്ങനെ ഉറക്കെ പറയാൻ പറയുന്നതിൻ്റെ കാരണമുണ്ട്. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ദൈവവചനം മുഴുവൻ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ ഗുരുവേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിൻ്റെ ചില ഭാഗമൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. വെളിപാട് ഗ്രന്ഥങ്ങളൊക്കെ നമ്മളെടുത്ത് സാധാരണക്കാർ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഗുരുവേ എനിക്ക് ചിലതൊന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാനത് വായിക്കില്ല. ഗുരു പറഞ്ഞു, അങ്ങനെയല്ല, നീ അത് വായിക്കണം. ശിഷ്യൻ ചോദിച്ചു, മനസ്സിലാകാത്ത വായിച്ചിട്ട് എന്താ ഗുണം? ശിഷ്യൻ പറഞ്ഞു, എന്നാ എനിക്ക് കാര്യം പറഞ്ഞതാ. ഗുരു പറഞ്ഞു കൊടുത്ത മറുപടി ഇതാണ്: ആ ദൈവവചനത്തിൻ്റെ അർത്ഥം നീ വായിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നീ ആ ദൈവവചനം ഉറക്കെ വായിക്കുമ്പോൾ നിന്നെ പിടിക്കാൻ നിന്റെ അടുത്ത് നിൽക്കുന്ന സാത്താൻ ആ ദൈവവചനത്തിൻ്റെ അർത്ഥം അറിയാം. നീ അത് പ്രത്യാശയോട് പറയുമ്പോൾ അവൻ നിന്നെയും എന്നെയും വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നെന്തൊരിക്കലും പറയരുത്, തളർച്ച ഉണ്ടാകാം. ഞാൻ പോക്കായി, എനിക്കിനി രക്ഷയില്ലെന്ന് പറയരുത്. കാരണം രക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ പിന്നാലെ വിശുദ്ധീകരിച്ച് രക്ഷിക്കാനിരിക്കുന്ന ദൈവം എൻ്റെയും നിൻ്റെയും പുറകെ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാക്കുകൾ ഉപസംഹരിക്കാൻ സമയമായി. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിൽ വെച്ച് ഇനി കാണാൻ പറ്റുമെന്ന് ഒരുറപ്പുമില്ല. ഇപ്പം നിങ്ങളെ വളരെ യാദൃച്ഛികമായി കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതാ. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിൽ വെച്ച് കണ്ടില്ലേലും എവിടെ വെച്ച് കാണും? ഭൂമിയിൽ വെച്ച് കണ്ടില്ലേലും എവിടെ വെച്ച് കാണും? ഈ നൈറ്റ് വിജിലിൽ നിങ്ങൾ വന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ലോകത്തെ ഏറ്റവും വലിയ പ്രത്യാശ സ്വർഗത്തെ പറ്റിയുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ രോഗം മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ, മാറിയാലും സ്വർഗം വേണം, മാറിയില്ലേലും നിങ്ങൾക്ക് സ്വർഗം വേണം. ഹല്ലേലൂയ. സഹനമില്ലാതെ വിശുദ്ധിയില്ല, വിശുദ്ധിയില്ലാതെ സ്വർഗമില്ല. അങ്ങനെ കഷ്ടത സഹിച്ച് വിശുദ്ധരായി ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുവാൻ, ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ സഭയുടെ കൂദാശകളിലൂടെ, പരിശുദ്ധ അമ്മയുടെ ജപമാലയിലൂടെ, ശുദ്ധ മനസാക്ഷിയിലൂടെ ഞാൻ നീയും ജീവിച്ചാൽ വലിയ ബഹളം വെക്കാതെ അത്ഭുതം പോലെ എനിക്ക് നിനക്കും സ്വർഗത്തിൽ പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനിക്കുന്ന മർത്യനോടൊപ്പം വേദനയേറ്റ നാഥൻ ഇന്നുണ്ട്. വേറാരുമല്ലവൻ തന്നുടെ ജീവൻ വേർപെടുവോളം സഹിച്ചൊരു ദൈവം. കാലികൾ തന്നുടെ മധ്യേ ജനിച്ചു, കാലം കഴിഞ്ഞവൻ കാൽവരി പുൽകി. കാണാത്ത ദേശങ്ങൾ കാട്ടിത്തരുവാൻ കാരുണ്യമോടെ സഹിച്ചവൻ ഏറെ. ദൈവത്തിൻ സ്നേഹം പകർന്നങ്ങു നൽകാൻ ദൈവമായവൻ മർത്യനായി തീർന്നു. ദൈവത്തിൻ സ്നേഹം രുചിച്ചറിഞ്ഞിടാൻ മർത്യർ പരസ്പരം സ്നേഹിച്ചിടേണം. സ്നേഹിച്ചിടുന്നോരു മർത്യനെന്നെന്നും സഹിക്കാൻ
ക്ഷമിക്കാൻ കൃപ ലഭിച്ചിടും. സഹിച്ചൊരു നാഥനെ കാട്ടിക്കൊടുപ്പാൻ സഹനമതല്ലാതെ പാതയതില്ല. സഹിക്കുന്ന മർത്യൻ വിശുദ്ധനായി തീരും. വിശുദ്ധനായി തീർന്നെന്നാൽ സ്വർഗത്തിലെത്താം. സ്വർഗത്തിൽ മാലാഖമാരൊത്തു ചേർന്ന് നിത്യവും നിത്യവും ദൈവത്തെ വാഴ്ത്താം. സ്വർഗത്തിൽ മാലാഖമാരൊത്തു ചേർന്ന് നിത്യവും നിത്യവും ദൈവത്തെ വാഴ്ത്താം. സ്വർഗത്തിൽ മാലാഖമാരൊത്തു ചേർന്ന് നിത്യവും നിത്യവും ദൈവത്തെ വാഴ്ത്താം. ചേർന്ന് പാട്. സ്വർഗത്തിൽ ഉറക്കപ്പാട്. നിത്യവും നിത്യവും ദൈവത്തെ വാഴ്ത്താം. സ്വർഗത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അപ്പൊ ഇനി ഭൂമിയിൽ വെച്ച് കണ്ടില്ലേലും എവിടെ വെച്ച് കാണും? ഭൂമിയിൽ വെച്ച് കണ്ടില്ലേലും എവിടെ വെച്ച് കാണും? സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ഉറപ്പുള്ളവരെന്ന് കൈപൊക്കിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന സഭയോടൊപ്പം സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന വിശുദ്ധനും വിശുദ്ധയുമായി സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണാമെന്ന വാക്കോടുകൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.